ഏട്ടാ, ഇന്നിപ്പോ റഷ്യ പുതിയ പ്രപ്പോസൽ വെച്ചിട്ടുണ്ടല്ലോ. ഇറാന്റെ യുറേനിയം റഷ്യ എടുത്തോളാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അമേരിക്ക തൊട്ട് അതിന് സമ്മതിച്ചിട്ടുമില്ല. എന്താ ശരിക്കും സംഭവം? നോക്കൂ, യുദ്ധ സമയത്ത് നമുക്ക് പലവിധ വാർത്തകളും കേൾക്കാം. അതായത് ലോകത്തിലെ മീഡിയ രണ്ട് വിഭാഗമായിട്ട് തിരിയും. ഒന്ന് പ്രോ ഇറാൻ ആയിരിക്കാം, മറ്റൊന്ന് പ്രോ യു എസ് ആയിരിക്കാം. യു എസിന്റെ എലൈ മീഡിയ, ഇറാന്റെ എലൈ മീഡിയ. അപ്പൊ അവിടെ വരുന്ന പല വാർത്തകളും പല രീതിയിലായിരിക്കാം. അതുകൊണ്ട് നമുക്ക് യുദ്ധത്തിന്റെ യഥാർത്ഥ പിക്ചർ ഒന്നറിയാവുന്നത് ഇറാനിലെ ആളുകൾ, ഓക്കെ. അതിന് പുറത്തറിയാവുന്നത് അമേരിക്ക. ഇപ്പം ഇറാൻ കുറച്ച് ബാക്ക് ഫൂട്ടിലാണ്, ഓക്കെ. കാരണം ഇറാന്റെ കയ്യിൽ അത്രയൊന്നും അമേരിക്കനെ പോലത്തെ ഒരു ശക്തി നേടേണ്ട പൈസ ഇല്ല. അവര് ഡ്രോൺ ഉപയോഗിച്ചിട്ട് അവരുടെ മിസൈൽ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ തന്നെ അത്ര വലിയൊരു ആമുനേഷൻ സ്ട്രെങ്ത് ഇറാനില്ല. ചൈന സഹായിക്കുന്നുണ്ടെന്നും കേട്ടു. അല്ല, അങ്ങനെ സഹായിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം എല്ലാ റൂട്ടും അടഞ്ഞു കിടക്കല്ലേ. ഇപ്പൊ നിലവിൽ റഷ്യന്ന് കുറച്ച് സഹായം വരുന്നുണ്ട്. കാസ്പിയൻ സീ, അത് ലാൻഡ് ലോക്ക്ഡ് സീ ആണ്. അവിടുന്ന് റഷ്യൻ സഹായം വരുന്നുണ്ട്. പക്ഷെ ഇപ്പം അമേരിക്ക ആക്രമിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് റഷ്യ ഓൾറെഡി യുക്രൈനുമായിട്ട് യുദ്ധത്തിൽ എൻഗേജ് ആയിരിക്കുകയാണ്. അപ്പം ഇതിനെക്കാട്ടി ബെസ്റ്റ് സമയം കിട്ടില്ല ഇറാനെ ആക്രമിക്കാൻ. കാരണം വെച്ചാൽ ഓൾറെഡി എൻഗേജ്ഡ് ആണ്. അപ്പൊ റഷ്യ എന്തായാലും ഹെൽപ്പിനെത്തില്ല. അപ്പൊ നമ്മൾക്ക് ആക്രമിക്കാം. ഇപ്പം ഇറാന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇവർക്ക് ഇഷ്ടംപോലെ ബോംബിങ്സ് വരുന്നുണ്ട്, അവരെ പൈസയും തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇറാൻ ഇനി പ്രഷർ ടാക്ടിക്സ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, ഇറാൻ അമേരിക്കൻ ബേസ് അല്ലാതെ ദുബായിലെയും ഖത്തറിലെയും നോർമൽ ജനങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, എയർപോർട്ടിലൊക്കെ ആക്രമിക്കുന്നു. ഇനിയും അതുപോലുള്ള ആക്രമണം കൂട്ടാം. അതെന്താ വെച്ചിട്ട് പ്രഷർ ഇടാൻ വേണ്ടിയിട്ടാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ യുദ്ധം ഒരു 10 ദിവസം കൊണ്ട് സീസ് ഫയർ ആവണം. കാരണം ഇപ്പൊ റഷ്യ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്, യുറേനിയം അങ്ങോട്ട് മാറ്റാമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രപ്പോസൽ വരാൻ കാരണം ഇറാൻ റഷ്യയോട് പറഞ്ഞിട്ടുണ്ടാവും, ഇതാണ് അമേരിക്കയുടെ പ്രശ്നം, യുറേനിയം നമ്മുടെ അടുത്ത് വെക്കുന്നത്. അപ്പൊ നമ്മൾ മാറ്റിയാൽ ആ പ്രശ്നം തീരുമെന്നില്ലേ. കാരണം വെച്ചാല് ആ യുദ്ധത്തിന്റെ ഹീറ്റ് എല്ലാ വിഭാഗവും അറിയുന്നുണ്ട്, ലോകത്തിലെ ജനങ്ങളും അറിയുന്നുണ്ട്, ക്രൂഡ് ഓയിലിന്റെ പ്രശ്നങ്ങളും ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലും ഉണ്ട്. മിക്കവാറും ഒരു 10-15 ദിവസം കൊണ്ട് ഒരു സീസ് ഫയർ ഉണ്ടാകും എന്നാണ് തോന്നുന്നത്.